ഇന്നും സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും വിഷയത്തിൽ അന്നും മലയാളികളോടൊപ്പം സ്നേഹിക്കുകയും സഹകരിക്കുകയും വർദ്ധിക്കുകയും ചെയ്യുന്ന ഈ ബന്ധം ഈ യാത്രയിലൂടെ നമുക്ക് വളർത്തണം. My grandfather started in this country about 7 years ago. Then and they were doing trading between here and Laos, India, which is in the part area, going to Africa and the half. ഭാഗമായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ ഒരു ബിസിനസ് മീറ്റ് ആണ് നമ്മൾ ഇവിടെ ആദ്യമായിട്ട് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. Business in how to get business into Kerala, what are the challenges we face here and stuff like that. We'll be talking in detail and we will get to hear from our industry experts as to how we deal with all these scenarios. Okay, so let me start with it and call upon Professor K.K.N. Kurup. He's the former Vice Chancellor of the Calicut University. Welcome, sir. Next, I would like to call upon Sir Verghese Moolan. He is the chairman of the Moolan Group, and he has got a lot of industry experience, and he has been an entrepreneur for more than 40 plus years, and predominantly in the Middle East sector as well as in Kerala. And so, please welcome you, sir. And also to give a header, he is actually the producer of the movie The Rocketry. So, the movie about great Nambi Narayan, sir. So, he was the one who produced the movie. Thank you, sir. Welcome. Honored to have you, sir. Next, I would like to call upon Neeraj MS. He is the chairman and MD of DAN Group of Companies. Thank you. Great to have you here, Neeraj. Distinguished guests, I am happy to be associated myself with you. Let me introduce myself. I am the 7th Vice Chancellor of the University of Calicut, 98 to 2002. 2 centuries, as in the Greenwich Channel, we are taking our photograph, 2 centuries. As a historian, I was concentrating on Beipur. The whole tradition of India heritage is business-oriented, ship transporting to Southeast Asia, Middle East and other things. It's continued for 2000 years. And Genova papers in Egypt, we have found it that 1000 AD, it was Mangalore had been sending ships to Cairo and Egypt. So I was thinking what I could do, but as Vice Chancellor, I could not do anything. Then I came to as the DG of Center for Heritage Studies. Then I got a project from the Government of India.
നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മലബാറിൽ നിന്നും മലബാറിൻ്റെ ഉൽപ്പന്നങ്ങൾ വിദേശ വിപണിയിൽ എത്തിക്കുവാൻ അറബികൾ ഉപയോഗിച്ചിരുന്നത് ഈ ബേപ്പൂർ നിർമ്മിതമായ കപ്പലുകളിലൂടെയായിരുന്നു. അതിനുശേഷം വിവാഹം കഴിഞ്ഞു. അപ്പം വിവാഹം കഴിച്ച വീട്ടിലാണെങ്കിൽ അവർക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ അവർ എനിക്കൊരു സ്ഥാപനം ഉണ്ടാക്കാൻ സമ്മതിച്ചു. അങ്ങനെ ഞാൻ അവിടെ കലാദീപം എന്ന സ്ഥാപനം വെച്ചു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി 10-40 കുടുംബങ്ങൾക്ക് എല്ലാ മാസം 1-ാം തീയതി 10 കിലോ അരിയും ഗ്രോസറി കിറ്റും ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പാലക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. പാലക്കാട് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ബ്രാഞ്ച് ഉണ്ട്. ഞാൻ അതിനെയാണ് ഹെഡ് ചെയ്യുന്നത്. ഗ്രൂപ്പ് മെയിനായിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന ഏറ്റവും ഒരു പുതിയ ടെക്നോളജി ജാപ്പാനീസ് റിട്ടോർട്ട് ടെക്നോളജിയിൽ കറി പൗഡറിൽ നിന്നും കറികൾ, അതായത് നമ്മുടെ മീൻ കറി, ചിക്കൻ ബിരിയാണി ഇങ്ങനെയുള്ള ഐറ്റംസുകൾ 18 മാസം ഷെൽഫ് ലൈഫോടുകൂടി ഉപയോഗിക്കാൻ കഴിയുന്നൊരു ജാപ്പാനീസ് റിട്ടോർട്ട് ടെക്നോളജിയിൽ പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്തെടുത്തതിനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എക്സാക്ട്ലി. ഞാനൊരു ബിസിനസ്സുകാരനല്ല, ഇവിടെ വന്നത് ഒരു സ്നേഹബന്ധത്തിൻ്റെ മേളിൽ വന്നതാണ്. എങ്കിലും സാറ് ചോദിച്ച ചോദ്യം വളരെ സത്യമാണ്. കാരണം ഹെറിറ്റേജ് ടൂറിസം, അതിനകത്ത് ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് ഇവരൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ആയുർവേദത്തിൻ്റെ കൂടെ മ്യൂസിക് തെറാപ്പി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിനാരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഈ മ്യൂസിക് തെറാപ്പി അത് ഫലപ്രദമാകുന്നത് സംഗീതത്തോട് സ്നേഹം അല്ലെങ്കിൽ സംഗീതത്തിനോട് ഇഷ്ടം അല്ലെങ്കിൽ അടുപ്പം ഉള്ള വ്യക്തികൾക്ക് മാത്രമായിരിക്കും. Mohammad Al-Marzuki, who is the chairman of Al-Marzuki Group, and of course, നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസ് അവറുകൾ, അതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പിന്നണി ഗായകൻ MG ശ്രീകുമാർ സർ, ആൻഡ് ഓഫ് കോഴ്സ് KTEL ചെയർമാൻ ആയിട്ടുള്ള ശ്രീ SK സജീഷ് സർ, അതുപോലെ മറ്റെല്ലാവിധ വ്യക്തിത്വങ്ങളെയും വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ആയിരത്തി 1999 പ്രസിദ്ധീകരണം ആരംഭിച്ച ഇന്ത്യൻ ട്രൂത്ത് 25 വർഷം പൂർത്തിയാക്കുകയാണ്. ഇന്ത്യൻ ട്രൂത്ത് ഞങ്ങളൊക്കെ യുവജന സംഘടനാ പ്രവർത്തനം നടത്തുന്ന കാലത്ത് പേരാമ്പ്രയിൽ ഒരു മാസികയായിട്ടാണ് 4 നൂറ്റാണ്ട് മുമ്പ് പുറത്തിറങ്ങിയത്. ഇന്ന് ഇന്ത്യൻ ട്രൂത്ത് വളർന്ന് വികസിച്ചിരിക്കുകയാണ്. അത് കേരളത്തിലിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ കേരളീയ സമൂഹത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രതിബദ്ധത എന്താണെന്ന് വളരെ ഗൗരവമായി പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു കാലത്താണ് ഇന്ത്യൻ ട്രൂത്തിൻ്റെ 25ാം വാർഷികം ആഘോഷിക്കുന്നത്. ഇന്ത്യൻ ട്രൂത്തിൻ്റെ 25ാം വാർഷികത്തിൻ്റെ ഭാഗമായുള്ള ഈ ഒത്തുചേരൽ വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. പത്ര-ദൃശ്യ മാധ്യമങ്ങളിലെ മികച്ച പ്രവർത്തനത്തിനും ബിസിനസ് മേഖലയിലെ മികവിനുള്ള പുരസ്കാരങ്ങൾക്കും ഒക്കെയുള്ള അവാർഡുകളാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. അവാർഡ് ജേതാക്കളൊക്കെ സുപരിചിതരാണ്. എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അവർക്ക് കൂടുതൽ മുന്നോട്ട് പോകുവാനുള്ള ഒരു ഊർജമായി, ഒരു പ്രചോദനമായി അവാർഡ് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.
അപ്പം എല്ലാവരും വരുന്നൊരു സമയമായതുകൊണ്ട് സിൻസ് ഹീസ് എക്സലൻസി ഈസ് കമ്മിങ് ഹിയർ, I thought that I'll come here and meet him. That's the main reason I came here. This is a business meet. I am not a businessman and I have no business till now. I am in the music field for the last 45 years in all languages in India. But iduvare I have no business. But I can tell you one thing. In tourism, you can include the culture of Kerala, traditional culture of Kerala in all sectors. അതായത് 26-27 നാടൻ കലകളുണ്ട്, 27 ട്രഡീഷണൽ ഫോക്ക് ആർട്സ് കൾച്ചറുണ്ട് നമ്മുടെ കേരളത്തിൽ. അത് ഞാൻ സംഗീത നാടക അക്കാദമിയിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു കാര്യമാണ്. ഏറെ സൗഹൃദം പുലർത്തുന്ന ഇന്ത്യൻ റൂത്തിൻ്റെ വിവിധ പ്രവർത്തന ഘട്ടങ്ങളിൽ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. മാധ്യമപ്രവർത്തനത്തിൻ്റെ പ്രാദേശികതയിൽ നിന്ന് വിശാലതയിലേക്ക് വളരാൻ കഴിയുന്ന സാധ്യതയെ തുറന്നു കാണിച്ച ഒരു മാധ്യമപ്രവർത്തനമാണ് ഇന്ത്യൻ റൂത്തിലൂടെ അതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചവർ നടത്തിയത്. അതുകൊണ്ടാണ് ഈ വേദി അത്യധികം സമ്പുഷ്ടമാകുന്നത്. കേരളത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെയെല്ലാം നമുക്ക് ഈ വേദിയിൽ കാണാൻ വേണ്ടി കഴിയുന്നു. ഇത് ഒരു വൈവിധ്യങ്ങളുടെ ഒത്തുചേരലാണ്. Actually, I don't have words to say. I'm so happy, and really it is very pleasant to be here with the nice people, like a family, who really take care of me more than my family. I really love your country. I love your people. Your people are really lovely. My journey to this country came with Mr. Daesh. Daesh invited me to come to this country after 36 years. I was away from this, but today I'm so happy to come back. Now I know why my family, my grandfather, take the first step in this country to start his business with you, such nice people. Thank you very much. സഞ്ചരിച്ച് ദുബായിലെയും ഗൾഫിലെയും അറേബ്യൻ സീയിൽ ഹെറിറ്റേജ് ടൂറിസത്തിൻ്റെ ഒരു ലാൻഡ് മാർക്കായി അൽ മസ്റൂക്കി ഗ്രൂപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഡിസിഷൻ എടുത്തിട്ടാണ് പോകുന്നത്.
ഇന്ത്യൻ ട്രൂത്തിൻ്റെ 25ാം വാർഷികാഘോഷം അവാർഡ് വിതരണവും വളരെ ഭംഗിയായി ഇവിടെ നടന്നു. അതിൽ പങ്കാളികളായവർക്കും അവാർഡ് വിന്നേഴ്സ്, സദസ്സിനെ അലങ്കരിച്ച പ്രമുഖ വ്യക്തിത്വങ്ങൾ, പങ്കെടുത്ത ഈ പത്രവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും പങ്കെടുത്ത എല്ലാ വ്യക്തിത്വങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.